ഹായ്, അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ അച്ചാറാട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പച്ചമാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട് കൂടാതെ തന്നെ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറുതാക്കി ഞാൻ മാങ്ങ നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ലേശം അച്ചാറും പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ പറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ ഇട്ട് പറന്ന് കൊടുത്തിട്ടില്ലേ. കടുക് ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചച്ചോയ ഒന്ന് പോയതിന് ശേഷം ഇതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം ഞാൻ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. പിന്നെ കാശ്മീരി മുളക് 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറും പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ആ എണ്ണമയം ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഇനി ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മാങ്ങ ഉണ്ടല്ലോ, അത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതാ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു 5 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് വേവട്ടെ. അതിന് ശേഷം ഇതാ കൂടെ ഞാനത് തുറന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ അതിലോട്ട് പറന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റി ആയിട്ടില്ല, അടിപൊളിയായിട്ടില്ല നമ്മുടെ മാങ്ങച്ചാറാണ്. അപ്പോൾ ഇതാ നമുക്കിത് കേട് കൂടാതെ തന്നെ ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.